തോരന് വേണ്ടിയുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകിന് പകരം കാന്താരി മുളകാണേലും നല്ലതാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഒന്ന് ഒതുക്കിയെടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു സവോള ഇടുന്നത്. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി മൂപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം പയർ തോരൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ബീൻസ്, പാകത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല തണുപ്പായതുകൊണ്ട് നല്ല പൊടി പോലെയായി ഒതുക്കിയെടുത്തപ്പോഴത്തേക്ക്. ഇനി ഇത് ഇളക്കാതെ തന്നെ ഒന്ന് പൊത്തി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇളക്കാതെ തന്നെ ഒന്ന് പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യേണ്ട, ഒരു കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ തേങ്ങയൊക്കെ എല്ലായിടത്തേക്കും ആകുന്നതിന് വേണ്ടി നന്നായിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ.